നമുക്ക് രാവിലെ കോറപ്പുട്ടാണ്. കോറ പൊടി ഞാൻ നനച്ച് വെച്ചിരിക്കാം കേട്ടോ. ഉണ്ടോ? കോറ ഉപ്പിട്ട് നനച്ച് വെച്ചിരിക്കാം. ഇനി നമ്മൾ ഇത് ചിരട്ടപ്പുട്ട് പോലെയാണ് ഉണ്ടാക്കുന്നത്. ചിരട്ടപ്പുട്ട് പോലെ. അപ്പോൾ എന്താ നാളികേരം ചെറിയ വെച്ചിട്ടുണ്ട്. ഉണ്ടോ? കോറ റാഗി വളരെ നല്ലതാണ്. കുട്ടികളൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയാൽ മുലപ്പാൽ കൂടി കഴിഞ്ഞാൽ ഉടനെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് കോറ. കുട്ടികൾക്ക് മാത്രമല്ല, അത് വലിയവർക്കും പ്രായമായവർക്കും ഡയബറ്റിക് ഉള്ളവർക്കൊക്കെ അസ്ഥികളുമൊക്കെ നല്ല പുഷ്ടിപ്പെടുന്നതിന് വേണ്ടി കൊടുക്കാൻ കോറ വളരെയധികം ഔഷധ ഗുണമുള്ള ഒന്നാണ്. നമുക്കിത് സാക്ഷാൽ ചിരട്ടയിൽ ഉണ്ടാക്കിയാലാണ് കൂടുതൽ ഗുണം. ഇപ്പോൾ ഞാൻ സാധാരണ ചിരട്ടയിലാണ് ഉണ്ടാക്കുന്നത്. ഇടയ്ക്കൊക്കെ ഇന്നിപ്പോൾ ഇതിനകത്ത് ചില്ല് വെച്ചു. ഇതിപ്പോൾ ചില്ല് പോയെന്നിരിക്കട്ടെ, ഇത് നടുക്കായിട്ട് നമ്മൾ നാളികേരം വെച്ചാലും മതി കേട്ടോ. ഇതിപ്പോൾ ചില്ലുണ്ട്. അതിലേക്ക് നമ്മളിനി നാളികേരം ഇടുന്നു. ഉണ്ടോ? നാളികേരം ഇട്ടു. ഇനി നമുക്ക് കോറപ്പൊടി കുറേശ്ശെ ഇടാം. ഇതിലിപ്പോൾ ഒരു കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഉണ്ടോ? കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി തീ കത്തിച്ച് ആവി വന്നാലുടനെ അതിൻ്റെ ഇടയിലേക്ക് വെച്ചാൽ മതി. ഇതട്ടെ, നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഞാൻ കോറ ഇത്ര ഇട്ടു പൊടി. ഇനി കുറച്ച് ഇടയിൽ നാളികേരം ഇടാം. കോറ വളരെ നല്ലതാണ് കേട്ടോ ആരോഗ്യത്തിന്. അയണാണ്. അയൺ കണ്ടന്റ് കൂടുതലാണ് കോറയിൽ. നമ്മൾ കുട്ടികൾക്കൊക്കെ കുട്ടിക്കാലത്ത് ഇത് കൊടുക്കുന്നുണ്ട്. അവരുടെ അസ്ഥികളൊക്കെ ബലപ്പെടുന്നതിനൊക്കെ നല്ലതാണ്. എനിക്കിത്രയും ഇത് നിറച്ചൊന്നും വേണ്ട, കുറച്ച് മതി. ഇത്തിരി നാളികേരം കൂടി ഇടാം. ഉണ്ടോ? ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഇതിൻ്റെ അടപ്പ് ഇനി നമുക്ക് കുറച്ച് ഉണ്ട്, അത് മാറ്റി വയ്ക്കാം. എന്നാൽ കത്തിക്കാം, അടുപ്പ് കത്തിക്കാം. ഇപ്പത്തെ അടുപ്പിൽ ചെറുപയർ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പത്തെ അടുപ്പിൽ ചെറുപയർ വേവുന്നുണ്ട് കേട്ടോ. മാഷക്ക് രാവിലെ കഞ്ഞി വരുന്നു. ഇവിടെ കഞ്ഞിയും വെച്ചിട്ടുണ്ട്. കഞ്ഞിക്ക് എനിക്ക് റാഗി പുട്ടിനും കൂടെ ചേർത്ത് ചെറുപയറാണ് ഇപ്പോഴത്തെ വെന്തുകൊണ്ടിരിക്കുന്നത്. വരുന്നു. അടുപ്പത്ത് ചെറുപയർ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ? മാഷക്ക് ഇന്ന് കഞ്ഞി മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാഷക്ക് കഞ്ഞി. ഇനി ഈ ചെറുപയറിലേക്ക് ഞാനിത്തിരി നാളികേരം ഇടട്ടെ. ഈ നാളികേരം ഇതിലേക്ക് ഇടാം. ചെറുപയർ വെന്തിട്ടുണ്ട്. അതിലേക്ക് നാളികേരം ഇടാം. നാളികേരം ഇട്ടപ്പം ഒന്നുകൂടെ തിളക്കട്ടെ.
അപ്പോൾ ഒരടുപ്പിൽ റാഗിപ്പുട്ട്, ഒരടുപ്പിൽ ചെറുപയർ, ഒരടുപ്പിൽ മാഷിക്ക് കഞ്ഞി. ഇത് മാഷ് പറഞ്ഞ മാഷിക്ക് കഞ്ഞി മതിയത്, അതുകൊണ്ടാണ് കഞ്ഞി. ഇത് നല്ല വാസനയുള്ളൊരു പൂവാണ് കേട്ടോ. നല്ല വാസനയുള്ളൊരു നല്ല വാസനയുള്ള പൂവാണ് ഇത്. എന്താ ഈ പൂവിൻ്റെ പേരറിയാമെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചെറിയൊരു സ്മെല്ലുണ്ട്, ഒരു സ്വീറ്റ് സ്മെല്ലാണ്. ഇവിടെ പയറ് ഇവിടെ വെള്ളം വറ്റട്ടെ പോയായിരുന്നു. പുട്ടിൻ്റെ ആവി വന്നു വരുന്നു. സൂപ്പർ. കറിവേപ്പില അങ്ങനെ കിടക്കും. എനിക്ക് കറിവേപ്പില ഇഷ്ടം. ആഹാര സാധനത്തിലേ കറിവേപ്പില ഉണ്ടെങ്കിൽ ഞാനതൊന്നും ചെയ്യും. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കഴിക്കണം. അപ്പോൾ ഒരടുപ്പേൽ എനിക്ക് വേണ്ട കോറപ്പുട്ട്, ഇതാ ഒരടുപ്പേൽ അതിനുള്ള ചെറുപയറ്, ഈ അടുപ്പേൽ ഇന്ന് രാവിലെ മാഷ് പറഞ്ഞു എന്നും പലഹാരം വരും, ഇന്ന് കഞ്ഞി മതിയാണ്. പിന്നെ ഒരു പിടിയരി അതിലോട്ട് പൊടിയരിയാണ്. ഫയർ ഓഫാക്കി പുട്ടിൻ്റെ തിരി കാത്തു വെക്കട്ടെ. ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ പയർ നമുക്ക് പുട്ട് വാങ്ങാം. അപ്പോൾ ബാക്കിയുള്ള പുട്ടുപൊടി റാഗി കേട്ടോ, അതെനിക്ക് രാവിലെ രാത്രിയിലത്തേക്ക് ഞാൻ എടുത്തു വയ്ക്കും. ഇനി രാത്രിയിലത്തേക്ക് ഇതെടുത്ത് വയ്ക്കാം. ഇത് മതി, ഒരു കുറ്റി വരും. നാളികേരമുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ റാഗി പുട്ട്, ചെറുപയർ കറി, മാഷക്ക് കഞ്ഞി. അപ്പം കഞ്ഞിയുടെ കൂടെ ഈ ചെറുപയർ കൊടുക്കാം. അച്ചാറുണ്ട്, മാങ്ങ അച്ചാറുണ്ട്, പുളിശ്ശേരി ഇരിപ്പുണ്ട്. അപ്പോൾ മാഷക്ക് അത് മതി, എനിക്ക് പുട്ട്. പ്രഭാത ഭക്ഷണം ഇന്ന് ഇങ്ങനെയൊക്കെയാണ്, വലിയ ആഡംബരമൊന്നുമില്ല ഇന്ന്. ഇത് ബാക്കി പൊടി രാത്രി എൻ്റെ ഫുഡാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഒരു സുപ്രഭാതം നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. ടീച്ചർ പ്രഭാത ഭക്ഷണം കഴിക്കാൻ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. ഞാൻ നാളികേരം ഈ റാഗി പുട്ടിൻ്റെ പൊടി ഫ്രിഡ്ജിലേക്ക് വയ്ക്കട്ടെ. ഇനിയും ഒരു മുട്ട ഓംലെറ്റും കൂടി ഉണ്ടാക്കും. എനിക്ക് മാഷ് മുട്ട കഴിക്കുന്നില്ല, ഇപ്പം ചൂടല്ലേ. ഞാൻ അതിനോട് ഡോക്ടർ എന്നും ഒരു മുട്ട കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മുട്ടയും കൂടി ഇത് കഴുകട്ടെ, കഴുകിയെടുക്കട്ടെ.
ഇനി ഈ മുട്ട വെള്ളത്തിലിട്ട് ഇതൊക്കെ ഒന്ന് തുടക്കട്ടെ. കുറച്ച് കഴിയുമ്പോൾ രജനി വരും. അപ്പോൾ അവൾ വൃത്തിയാക്കി കൊടുക്കും. രാവിലെ എഴുതിയിട്ടത് മാഷൊരു കട്ടൻ കാപ്പി തന്നു, അത് കുടിച്ചു. അത് കഴിഞ്ഞൊരു ചായ ഇട്ടു, അതും കുടിച്ചു. ഇത് രണ്ടും മാഷാണ് തന്നത്. മാഷ് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഒരു കാപ്പി ഇട്ട് തന്നു, മാഷും കുടിച്ചു. അതിന് ശേഷം ചായയും മാഷിട്ട് തന്നു. പിന്നെ ഞാൻ കഞ്ഞി അടുപ്പത്ത് വെച്ചു. അതിൻ്റെ ഇത്തിരി നടക്കാൻ പോയി മുറ്റത്തൊക്കെ. അത് കഴിഞ്ഞ് കഞ്ഞി കയറി വന്നു, കഞ്ഞി അടുപ്പത്ത് വെച്ചു. ചെറുപയർ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അത് നല്ലോണം കുതിർന്നായിരുന്നുകൊണ്ട് എളുപ്പം വെന്തു. പിന്നെ റാഗി പുട്ടും ഉണ്ടാക്കി. കഴിഞ്ഞിപ്പോൾ സിസ്റ്റർ വരും, ഇൻസുലിൻ എടുക്കാൻ വരും. ഇപ്പോൾ ഹോസ്പിറ്റലിലായതിനു ശേഷം എനിക്ക് ഇൻസുലിൻ തന്നെ എടുക്കാൻ വയ്യ, ഒരു പേടി. അപ്പോൾ ഇനി നേഴ്സിനോട് വരാൻ പറഞ്ഞിട്ട് അവർ വന്ന് ആ കുട്ടി വന്ന് ഇൻസുലിൻ എടുക്കും. അത് കഴിഞ്ഞ് ഞാനിതൊക്കെ ഭക്ഷണം കഴിക്കും. അതിന് മുമ്പായിട്ട് പോയി കുളിക്കും കേട്ടോ. ഇന്ന് രാവിലെ കുളിച്ചില്ല. സിസ്റ്റർ വരുന്നതിന് മുമ്പായിട്ട് 9:15 വരുള്ളൂ സിസ്റ്റർ. അപ്പോൾ എൻ്റെ പ്രഭാതത്തിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ.